Morning. Good morning. ഇനി നമുക്ക് എടുക്കാനുള്ളത് ഡെവലപ്പ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ അല്ലേ? അവിടെ തുടങ്ങിയല്ലേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ആണോ? ഡെവലപ്പ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് വരെയല്ലേ നമ്മൾ പറഞ്ഞു നിർത്തിയത്? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. പോയിന്റ് നോക്കിയേ, ഡെവലപ്പ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ. 2 പോയിന്റ് ആണ് അതിൽ കൊടുത്തിരിക്കുന്നത്. ഇംപ്ലിമെന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇംപ്ലിമെന്റേഷൻ നടപ്പിലാക്കുക. ഓക്കെ, ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ അറിയാലോ നിങ്ങൾക്ക്, സമയപട്ടിക. ഓക്കെ, ഫസ്റ്റ് നോക്കിയേ, ഫസ്റ്റ് പോയിന്റ് നോക്കിയേ, an implementation schedule is a timeline that shows which marketing actions will be done when and by whom. എന്താണ് മാർക്കറ്റിംഗ് പ്രവർത്തനങ്ങള് ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ എന്നത് മാർക്കറ്റിംഗ് പ്രവർത്തനങ്ങൾ എപ്പോൾ, when and by whom അല്ലെ, എപ്പോൾ, എങ്ങനെ, ആരിലൂടെ, എപ്പോൾ ആരിലൂടെ ചെയ്യണം എന്ന് കാണിക്കുന്ന ടൈം ലൈൻ, സമയരേഖയാണ് ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ എന്താ പറഞ്ഞത്? ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് അടിയിൽ വരച്ച് വെച്ച് മാർക്ക് ചെയ്ത് പഠിക്കുക. എന്താണ് ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ എന്നത് എന്താണ്? മാർക്കറ്റിംഗ് പ്രവർത്തനങ്ങള് എപ്പോൾ ആരിലൂടെ ചെയ്യണം എന്ന് കാണിക്കുന്ന ടൈം ലൈൻ. ഓക്കെ, ക്ലിയർ ആയോ? നിങ്ങൾക്ക് ഇപ്പൊ എന്താണ്, നിങ്ങളൊരു ഓൺലൈൻ കോച്ചിങ് അല്ലെ, ഓൺലൈൻ കോച്ചിങ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് തരാറുണ്ട്? ടൈം ടേബിൾ തരാറില്ലേ? എന്നിട്ടുണ്ടല്ലോ ടൈം ടേബിള്. ഇന്ന ദിവസം ഇന്ന ടീച്ചറ് ഇന്ന പീരീഡില് ഇത്ര വരെ ഇത്ര തൊട്ട് എന്നുള്ളത് ടൈം ടേബിളിൽ കാണിച്ചിട്ടില്ലേ, തന്നിട്ടില്ലേ നിങ്ങൾക്ക്? അതുപോലെ ഒരു ടൈം ലൈൻ അല്ലെങ്കിൽ എന്താണ് ഷെഡ്യൂൾ, അത് തന്നെയാണ് നമ്മള് ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആയോ? ഓക്കെ, ഇനി എന്താണ് സെക്കൻഡ് പോയിന്റ് നോക്കിയേ. when creating the schedule carefully take into consideration. അപ്പോ നമ്മള് ഒരു ഷെഡ്യൂള് ക്രിയേറ്റ് ചെയ്യുമ്പോൾ 2 കാര്യങ്ങള്, ചില കാര്യങ്ങൾ അവിടെ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്, പരിഗണിക്കേണ്ടതുണ്ട്. കൺസിഡറേഷൻ മീൻസ് പരിഗണിക്കുക. അപ്പൊ നമ്മള് ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂള് ചാപ്റ്റർ മാർക്കറ്റിംഗ്. ഓക്കെ, അപ്പോ നമ്മള് ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂള് ക്രിയേറ്റ് ചെയ്യുമ്പോൾ 2 കാര്യങ്ങൾ അവിടെ പരിഗണിക്കണം. ഓക്കെ, how the activities will influence the current practice operations. അല്ലെ, നമ്മള് ഇപ്പൊ ഒരു പുതിയ സർവീസ് ഹോസ്പിറ്റലിൽ തുടങ്ങുകയാണെങ്കിൽ പഴയ സർവീസുകൾ ഉണ്ടാവുമല്ലോ. പുതിയ സർവീസ് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോ, നടപ്പിലാക്കുമ്പോ പഴയ സർവീസിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടോ എന്നുള്ളത് അവിടെ ശ്രദ്ധിക്കേണ്ടതാണ്, ചെക്ക് ചെയ്യണം. പുതിയ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോ പഴയ കാര്യങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടോ, മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി എന്താണ്? and whether there are enough resources such as staff, time and money to fulfill the necessary task. ഇനി ഈ പുതിയ കാര്യം ഇംപ്ലിമെന്റ് ചെയ്യുമ്പോ അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റാഫ് ഉണ്ടോ, വിഭവങ്ങളുണ്ടോ? വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? റിസോഴ്സസ് അല്ലെ. റിസോഴ്സസുകൾ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. വിഭവങ്ങള് ആരൊക്കെയാണ്? സ്റ്റാഫുകൾ വരാം, അതുപോലെ ടൈം, അതുപോലെ എന്താണ് അത് ചെയ്യാനായിട്ടുള്ള ക്യാഷ്, മണി വേണം. അപ്പൊ അങ്ങനെയുള്ള വിഭവങ്ങൾ അവിടെ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ക്ലിയർ ആയോ? 2 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. നമ്മളൊരു ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂള് അല്ലെങ്കിൽ ആ ഷെഡ്യൂള് നമ്മൾ ചെയ്യുമ്പോൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്, പരിഗണിക്കേണ്ടതാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? പുതിയ കാര്യം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ പഴയ സർവീസിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഈ പുതിയ കാര്യത്തിന്
നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള വിഭവങ്ങൾ അവിടെ ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം. ക്ലിയർ ആയോ? ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂള് അതാണ് ഡെവലപ്പ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂളിൽ പറയുന്ന കാര്യങ്ങൾ. മനസ്സിലായോ? ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ എന്താണ് എന്നാണ് ഫസ്റ്റ് പോയിന്റിൽ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ എന്നത് എന്താണ്? മാർക്കറ്റിംഗ് ആക്ഷൻസ് അല്ലെ, മാർക്കറ്റിംഗ് പ്രവർത്തനങ്ങള് എപ്പോൾ ആരിലൂടെ ചെയ്യണം എന്ന് കാണിക്കുന്ന സമയരേഖയാണ് ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. അതുപോലെ ആ ഷെഡ്യൂൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട്. ഫസ്റ്റ് വൺ എന്തായിരുന്നു? പുതിയ കാര്യം, പുതിയ സർവീസ് അവിടെ തുടങ്ങുമ്പോ പഴയ സർവീസിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടോ? അതുപോലെ ഈ പുതിയ കാര്യം ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള റിസോഴ്സസുകൾ അവിടെ ഉണ്ടോ എന്നുള്ളതും ചെക്ക് ചെയ്യണം. ഓക്കെയാണോ? ഡെവലപ്പ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂള് മനസ്സിലായോ? ഇനി എന്താണ്? ക്രിയേറ്റ് ആൻഡ് ഇവാലുവേഷൻ പ്രോസസ്. നമ്മൾ ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂള് ഡെവലപ്പ് ചെയ്തു, അതിനുശേഷം നമ്മൾ വരുന്നത് എന്താണ്? ക്രിയേറ്റ് ആൻഡ് ഇവാലുവേഷൻ പ്രോസസ് ആണ്. ഫസ്റ്റ് പോയിന്റ് നോക്കിയേ, ഇവാലുവേറ്റ് പ്ലാൻസ് ഫ്രീക്വന്റ്ലി ബൈ കമ്പയറിംഗ് യുവർ പ്രോഗ്രസ് വിത്ത് ദ ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂള്. ഇപ്പോ നമ്മൾ പുതിയ കാര്യവും പഴയ കാര്യവും ഉണ്ടല്ലോ, ഹോസ്പിറ്റലുകളിലാണെങ്കിൽ പുതിയ സർവീസ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ആ പുതിയ കാര്യവും അവിടെയുള്ള പഴയ സർവീസും കൂടി കമ്പയർ ചെയ്യണം. ആ കമ്പയർ ചെയ്യുമ്പോൾ പുതിയ കാര്യം ഇംപ്ലിമെന്റ് ചെയ്തിട്ട് എന്തെങ്കിലും പുരോഗതി ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത്, പ്രോഗ്രസ് പുരോഗതി ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യാം. അതാണ് ഫസ്റ്റ് പോയിന്റിൽ കൊടുത്തിരിക്കുന്നത്. എന്താ പറഞ്ഞത്? പുതിയ കാര്യവും പഴയ കാര്യവും കൂടി കമ്പയറേഷൻ അല്ലെ, കമ്പാരിസൺ നടത്തി കമ്പയർ ചെയ്ത് ആ പുതിയ കാര്യം ഇംപ്ലിമെന്റ് ചെയ്തപ്പോ ഹോസ്പിറ്റലുകളില് പ്രോഗ്രസ് ഉണ്ടാവുന്നുണ്ടോ എന്നത് വിലയിരുത്തുന്നു. ഓക്കെ ആണോ? ഇനി എന്താണ് സെക്കൻഡ് പോയിന്റ്? There are several ways you can judge the result of your progress. Patient service scores, referral sources, increase income, increase new patients and increase complaints. അപ്പോ നമ്മൾ പറഞ്ഞു പ്രോഗ്രസ് ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഇനി ഏതൊക്കെ വഴികളിലൂടെയാണ് ഈ പ്രോഗ്രസ് നമ്മൾ ജഡ്ജ് ചെയ്യുന്നത്? എങ്ങനെയൊക്കെയാണ്? പേഷ്യന്റ് സർവേ, പേഷ്യൻസിനോട് സർവേ നടത്തിയിട്ട് അങ്ങനെ സ്കോർസ് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടാണ് ഒരു വേ ആയിട്ട് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്? റഫറൽ സോഴ്സസ്, പേഷ്യൻസിനോട് ഇൻഫർമേഷൻസ് ഒക്കെ ശേഖരിച്ച് അതിന്റെ ഫൈനൽ റിസൾട്ടിലോട്ട് എത്തുമ്പോൾ പ്രോഗ്രസ് ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നുണ്ട്. പിന്നെന്താണ്? ഇൻക്രീസ് ഇൻകം അല്ലെ, ഹോസ്പിറ്റലിന്റെ ഇൻകം ഇൻക്രീസ് ആകുമ്പോൾ നമുക്ക് മനസ്സിലാവും പുതിയ കാര്യം ഇംപ്ലിമെന്റ് ചെയ്തിട്ട് അതിൽ പുരോഗതി ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇൻക്രീസ്ഡ് പേഷ്യൻസ് അല്ലെ, പുതിയ പേഷ്യൻസുകൾ വരുമ്പോൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും എന്താണ്? പുതിയ സർവീസ് നടപ്പിലാക്കിയിട്ട് അവര് അത് അട്രാക്റ്റീവ് ആയിട്ടുണ്ട്, അവർക്ക് അതിനുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ അവരതിലോട്ട് സാറ്റിസ്ഫാക്ഷൻ ആയിട്ടുണ്ട് എന്ന് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്? ഡിക്രീസ് കംപ്ലൈൻസ്, പേഷ്യൻസിൽ നിന്നുള്ള കംപ്ലൈൻസ് കുറയുന്നത് മൂലം നമുക്ക് എന്താണ്? ആ പ്രോഗ്രസ് ലഭിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിന് ആ സർവീസ് നടപ്പിലാക്കുന്നതിലൂടെ പ്രോഗ്രസ് ഉണ്ടായിട്ടുണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് സെവറൽ വേസ് ആയിട്ട് ഡിഫറെന്റ് വേസ് ആയിട്ട് പറയുന്നത്. പ്രോഗ്രസ് ഐഡന്റിഫൈ ചെയ്യേണ്ട ഡിഫറെന്റ് വേസ്. ക്ലിയർ ആയോ? രണ്ട് കാര്യങ്ങളാണ് ക്രിയേറ്റ് ആൻഡ് ഇവാലുവേഷൻ പ്രോസസ്സിൽ പറയുന്നത് കേട്ടോ. ഓക്കെ ആണോ? ഒന്ന് വായിച്ചു നോക്കിയേ. ഡെവലപ്പ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂളും ക്രിയേറ്റ് ആൻഡ് ഇവാലുവേഷൻ പ്രോസസ് ഒന്ന് വായിച്ചു നോക്കൂ കേട്ടോ.
പഠിച്ചു കഴിഞ്ഞോ? ക്ലിയർ ആയോ? 2 പോയിന്റും 2 പോർഷനും ഒക്കെ ആണോ? ഓക്കെ. ഇനി അപ്പോ ലാസ്റ്റ് പോയിന്റ് ആണ് കേട്ടോ നമ്മൾ പറഞ്ഞത്. എന്തിന്റെ ലാസ്റ്റ് പോയിന്റ് ആണ് പറഞ്ഞത്? മാർക്കറ്റ് പ്ലാനിങ്ങിന്റെ എലമെന്റ്സ് ആണ് അല്ലെ നമ്മൾ എത്ര വരെ പഠിച്ചത്. ലാസ്റ്റ് പോയിന്റ് ആണ് ഇത് ക്രിയേറ്റ് ആൻഡ് ഇവാലുവേഷൻ പ്രോസസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മാർക്കറ്റ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റൽ മാർക്കറ്റിങ്ങിന് 2 സ്റ്റെപ്പാണ് ഉള്ളത്. മാർക്കറ്റ് പ്ലാനിങ് ഉണ്ട്, അതുപോലെ തന്നെ മാർക്കറ്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. മാർക്കറ്റ് പ്ലാൻസിലെ എലമെന്റ്സ് ആണ് നമ്മൾ ഇതുവരെ പഠിച്ചു കഴിഞ്ഞത്. ഇനി പറയാൻ പോകുന്നത് മാർക്കറ്റ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. എന്താണ് മാർക്കറ്റ് കമ്മ്യൂണിക്കേഷൻ? Marketing communication is the most noticeable of any of the marketing mix variables. എന്താണ് മാർക്കറ്റിംഗ് മിക്സ്? ഇപ്പോഴത്തെ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? വായിച്ചിട്ടുണ്ട്. മാർക്കറ്റിംഗ് മിക്സ് എന്തായിരുന്നു? ഏതൊക്കെയായിരുന്നു മാർക്കറ്റിംഗ് മിക്സ്? പ്രൈസ്, പ്രമോഷൻ, പിന്നെ പ്രൊഡക്റ്റ്, പ്രൈസ്. 4 സ്ട്രാറ്റജീസ് നമ്മൾ പഠിച്ചില്ലേ? ഈ 4 സ്ട്രാറ്റജിയുടെ മിക്സിനെയാണ് മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ മാർക്കറ്റിംഗ് മിക്സിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എന്താണ്? മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ആണ്. നമ്മുടെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ അതെങ്ങനെ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാം, ഏത് സ്ട്രാറ്റജിയിലൂടെയാണ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കേണ്ടത് എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്താണ് പറയുന്നത് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ എന്നത്. ഇനി സെക്കൻഡ് പോയിന്റ് നോക്കിയേ. മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻസ് കൺസിസ്റ്റ് ഓഫ് നമ്പർ ഓഫ് എലമെന്റ്സ് ദാറ്റ് മേക്സ് up the marketing communications. ഇനി ഈ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻസില് കുറെ നമ്പേഴ്സ് ഓഫ് എലമെന്റ്സ് ഉണ്ട്, ഘടകങ്ങളുണ്ട്. ഏതൊക്കെയാണ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ? നമ്മൾ ഒരു പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാനായിട്ട് ഏതൊക്കെ വഴികളിലൂടെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ നടത്തേണ്ടത് എന്നുള്ള കാര്യമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ്? അഡ്വർടൈസിങ്. അഡ്വർടൈസിങ് വഴി നമ്മൾ എത്തിക്കുന്നില്ലേ നമ്മുടെ പ്രൊഡക്റ്റ്. ഇപ്പൊ ഞാനൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ എന്താണ്, ഞാൻ പരസ്യം കൊടുക്കും അല്ലെ, ഇന്ന പ്രൊഡക്റ്റ് ആണ്, ഇന്ന ക്വാണ്ടിറ്റി, ഇന്ന റേറ്റ് അല്ലെ, ഇന്ന ഫ്ലേവർ, അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? അഡ്വർടൈസിങ്ങിലൂടെ കസ്റ്റമേഴ്സിലേക്ക് നമ്മൾ എത്തിക്കുന്നുണ്ട്. അതുപോലെ പേഴ്സണൽ സെല്ലിങ് അല്ലെ, വ്യക്തിഗത വിൽപ്പന, അതുപോലെ സെയിൽസ് പ്രമോഷൻ വഴി നമ്മൾ പറഞ്ഞിട്ടില്ലേ, പഠിച്ചിട്ടുണ്ടാവും. ഓർമ്മയിട്ടതൊക്കെ പറഞ്ഞ കാര്യങ്ങള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. അഡ്വർടൈസിങ് വഴി, പേഴ്സണൽ സെല്ലിംഗ് വഴി, സെയിൽസ് പ്രമോഷൻ വഴി, പബ്ലിസിറ്റി കൊടുത്തിട്ട്, അതുപോലെ ഡയറക്റ്റ് മാർക്കറ്റിംഗ്, നേരിട്ട് നമ്മൾ വാങ്ങിക്കാം. അതുപോലെ എന്താണ് സൈബർ മാർക്കറ്റിംഗ് അല്ലെ, ഓൺലൈൻ വഴി നമുക്ക് പർച്ചേസ് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ്. ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഏറെക്കുറെ ഓർമ്മയുണ്ടാവും തോന്നെ, വായിച്ച് പഠിച്ചെങ്കിൽ കുഴപ്പമില്ല. പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാനായിട്ട് വരരുത് കേട്ടോ. അപ്പൊ തന്നെ പഠിച്ചു പോവാ, വായിച്ചെങ്കിലും നോക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എടുക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ട് 3, 4 മൊഡ്യൂൾ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കാം. കുഴപ്പമില്ലല്ലോ. മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ എളുപ്പല്ലേ? എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് കസ്റ്റമേഴ്സിലേക്ക് നമ്മൾ പ്രൊഡക്റ്റ് എത്തിക്കുന്നത്? അഡ്വർടൈസിംഗ് വഴി എത്തിക്കുന്നുണ്ട്, പേഴ്സണൽ സെല്ലിംഗ് വഴി, സെയിൽസ് പ്രമോഷൻ, പബ്ലിസിറ്റി, ഡയറക്റ്റ് സെല്ലിംഗ്, സൈബർ മാർക്കറ്റിംഗ്. ഇത്രയും അതാണ് ഒന്ന് നോക്കേണ്ട പോയിന്റ് കേട്ടോ. അതിനകത്ത് നിങ്ങൾക്കറിയാലോ, ഡിഫിക്കൽറ്റി ഒന്നും ഇല്ലല്ലോ, വായിച്ചാൽ മനസ്സിലാവില്ലേ പോയിന്റ്? ഓക്കെ ആണോ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ? ഓക്കെ. ഇനി എന്താണ്, ഏതൊക്കെ മെത്തേഡ്സിലൂടെ നമുക്ക് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻസ് ചെയ്യാനായിട്ട് പറ്റും? Methods of marketing communication. First point is okay. A few marketing methods are health education campus, awareness program for customers, medical camps, website marketing, to different reference avenues such as. Okay. ഇവിടെ മാർക്കറ്റിംഗ് മെത്തേഡ്സ് ഏതൊക്കെയാണ്? മാർക്കറ്റിംഗ് മെത്തേഡ്സ് എന്ന് പറയുന്നത് ഹെൽത്ത് എഡ്യൂക്കേഷൻ ക്യാമ്പസിലൂടെ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ പ്രൊഡക്റ്റുകളൊക്കെ എന്താണ്
മാർക്കറ്റ് കസ്റ്റമേഴ്സിലോട്ട് എത്തിക്കാം. അതുപോലെ അവയർനെസ് പ്രോഗ്രാം കൊടുക്കുന്നതിലൂടെ. മെഡിക്കൽ ക്യാമ്പ് ഒക്കെ കണ്ടിട്ടില്ലേ നിങ്ങള്? കണ്ണ് പരിശോധന അതുപോലെയുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടിട്ടില്ലേ? അപ്പൊ അവരുടെ പ്രൊഡക്റ്റുകള് അതുവഴി മെഡിക്കൽ ക്യാമ്പൊക്കെ വഴി നമുക്ക് എന്താണ് അങ്ങനെ എത്തിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ വെബ്സൈറ്റ് മാർക്കറ്റിംഗ്, ഓൺലൈൻ മാർക്കറ്റിംഗിലൂടെയും നമുക്ക് ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ എന്താണ് ഡിഫറെന്റ് റഫറൽ avenues such as corporate insurance companies, small healthcare organization, alluring international patients through medical tourism and promotional package for various patients. എന്താണ് ഈ കോർപ്പറേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സംഘടനകൾ അല്ലെ, സംഘടിതമായിട്ടുള്ള സംഘടിതമായ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് കോർപ്പറേഷൻസ്, അതുപോലെ ഇൻഷുറൻസ് കമ്പനീസ് ഉണ്ടാവും, സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇവര് മൊത്തമായിട്ട് എന്താണ്ടാവും? ഹോസ്പിറ്റലിൽ ചെറിയ രീതിയിലുള്ള ടൈപ്പ് ഉണ്ടാവും. അങ്ങനെ ഇവരുമായിട്ട് ഹോസ്പിറ്റലിലെ പ്രൊഡക്റ്റ് മാർക്കറ്റിലോട്ട് എത്തിക്കുന്നുണ്ട്. അങ്ങനെ കമ്മ്യൂണിക്കേഷൻ, അഡ്വർടൈസ്മെന്റ് വഴി, അതുപോലെ ഓൺലൈൻ മാർക്കറ്റിംഗ് വഴി ഇത് ചെയ്യുന്നുണ്ട്, പ്രൊഡക്റ്റുകള് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നുണ്ട്. പിന്നെന്താണ് ഇന്റർനാഷണൽ പേഷ്യൻസ് അല്ലെ? ആരാണ് ഇന്റർനാഷണൽ പേഷ്യൻസ് ആയിട്ട് വരുന്നത്? നിങ്ങൾ കണ്ടിട്ടില്ലേ ഇന്റർനാഷണൽ പേഷ്യൻസ്? ആരായിരിക്കും? ആരാ? ഫോറിനേഴ്സ്. വെരി ഗുഡ്. ഫോറിനേഴ്സ് വരാറില്ലേ? സ്പായൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടില്ലേ നിങ്ങള്? ഫോറിനേഴ്സ് വന്നിട്ട് അങ്ങനെയുള്ള ട്രീറ്റ്മെന്റ്സ് ഒക്കെ കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫോറിനേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കൂടുതൽ പ്രൊമോഷൻ പാക്കേജ് അവർക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ഓൺലൈൻ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷനിലൂടെ. അതുപോലെ തന്നെ എന്താണ് ഇഫക്റ്റീവ് ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് ഈസ് ഫുൾഫിൽഡ് ബൈ developing smart and sensible advertising and marketing campaigns. ഇനി ഫലപ്രദമായിട്ടുള്ള ഹോസ്പിറ്റൽ മാർക്കറ്റിംഗിന്റെ പൂർത്തീകരണം നടക്കണമെങ്കിൽ സമർത്ഥമായും അല്ലെ, എന്താണ് സ്മാർട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സമർത്ഥമായും, സെൻസിബിൾ എന്ന് പറഞ്ഞാല് വിവേകപൂർണവുമായിട്ടുള്ള പരസ്യ വിപണന ക്യാമ്പയിനുകൾ വികസിപ്പിക്കുക. എന്താണ് അങ്ങനെ പറഞ്ഞാല്? ഇപ്പോ നമ്മള് ചില പരസ്യങ്ങള് ചിലപ്പോ 2-3 മിനിറ്റ് ഒക്കെ ഉണ്ടാവും അല്ലെ, 1 മിനിറ്റോ 2 മിനിറ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ ആ പരസ്യങ്ങള് എന്താണ് നല്ല രീതിയിൽ അവരുടെ പ്രൊഡക്റ്റ് എന്താണ് എന്നുള്ളത് ആ ചെറിയ കൺസെപ്റ്റ് ചെറിയ ടൈമിനുള്ളില് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കണം. അങ്ങനെയുള്ള പരസ്യ വിപണന ക്യാമ്പയിനുകൾ വികസിപ്പിച്ചെടുക്കുക. ഓക്കെ, പരസ്യത്തിലൂടെ എന്ത് ചെയ്യണം? അവരുടെ പ്രൊഡക്റ്റ് എന്താണോ എന്നുള്ളത് കറക്റ്റ് ആയിട്ട് കൺസെപ്റ്റ് മനസ്സിലാക്കി കൊടുക്കാനായിട്ടാണ് ഈ പോയിന്റിലൂടെ ഉദ്ദേശിക്കുന്നത്. പിന്നെന്താണ് hospital marketing campaigns should be consist of well structured media mixed to includes fast press releases, print, television, radio and books. എന്താണ് well structured ആയിട്ടുള്ള മീഡിയ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? മാർക്കറ്റിംഗ് ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസുകള് നടത്തണം. എങ്ങനെയൊക്കെയാണ് വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള മീഡിയാസ്? എങ്ങനെയൊക്കെയാണ്? പ്രസ് റിലീസസ് അല്ലെ, എന്താണ് പ്രസ് റിലീസസ്? പത്ര കുറിപ്പുകൾ, അതുപോലെ പ്രിന്റുകൾ ഉണ്ടാവില്ലേ നിങ്ങള്? പേപ്പറിനെ കൂടെ ഉണ്ടാവും, പല പ്രിന്റുകൾ ഉണ്ടാവും അല്ലെ, ആയുർവേദ ആശുപത്രി തുടങ്ങുന്നു അല്ലെങ്കിൽ നോട്ടീസുകൾ. ഓക്കെ, അങ്ങനെയുള്ള പലതരത്തിലുള്ള പ്രിന്റുകൾ കൊടുക്കാം. അതുപോലെ ടെലിവിഷനിലൂടെ നമുക്ക് അഡ്വർടൈസിംഗ് കൊടുക്കാം. അതുപോലെ റേഡിയോ, പിന്നെ ഓൺലൈൻ വഴി വെബ് അല്ലെ, ഓൺലൈൻ വെബ്സൈറ്റ് വഴി നമുക്ക് ഇങ്ങനെ പലതരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ, മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ നടത്താവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ മാർക്കറ്റിംഗിൽ പഠിക്കാനുള്ളത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. അതിനകത്ത് നോക്കേണ്ടത് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ മിക്സ് ഏതൊക്കെയാണ്? അഡ്വർടൈസിംഗ് ഉണ്ട്, പോസ്റ്റൽ സെല്ലിംഗ് ഉണ്ട്, സെയിൽസ് പ്രൊമോഷൻ, പബ്ലിസിറ്റി, ഡയറക്റ്റ് മാർക്കറ്റിംഗ്, സെൽഫ് സെല്ലിംഗ്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. ബാക്കിയുള്ള പോയിന്റ്സ് ഒക്കെ ഒന്ന് പഠിച്ചു വെക്കാം കേട്ടോ. പിന്നെ ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ എന്താണ്? ഫസ്റ്റ് പോയിന്റ് ഒന്ന് ഓർത്ത് വെക്കാം. ഓപ്ഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ടൈം ലൈൻ ആണ്, സമയരേഖയാണ് എന്നുള്ളത് കേട്ടോ. ഓക്കെ അല്ലേ? നമ്മുടെ മാർക്കറ്റിംഗ് ചർച്ച കംപ്ലീറ്റ് ആയിട്ടോ. ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടോ ഈ പറഞ്ഞതില്?
എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെയാണ്. ഇനി നെക്സ്റ്റ് ചാപ്റ്റർ ആണ് മെറ്റീരിയൽസ് മാനേജ്മെന്റ്. മെറ്റീരിയൽസ് മാനേജ്മെന്റ്. ഡൗട്ട് ഉണ്ടോ എല്ലാവരുടെയും കയ്യില്? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എടുത്ത് വെക്കാനായിട്ട്. ഏതാ പറയേണ്ടത്? ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ ആണോ? ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? ഒരു സമയരേഖയാണ്. എന്താണ്? മാർക്കറ്റിംഗ് പ്രവർത്തനങ്ങള് എപ്പോൾ ആരിലൂടെ ചെയ്യണം എന്ന് കാണിക്കുന്ന ടൈം ലൈൻ. ഓക്കെ, അതാണ് ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. അതിനകത്ത് രണ്ട് കാര്യങ്ങൾ നമ്മൾ ഷെഡ്യൂൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങള് പരിഗണിക്കേണ്ടതുണ്ട്, കൺസിഡർ ചെയ്യണം. എന്തൊക്കെയാണ്? ഫസ്റ്റ് ആണ് എന്ത്? ഹൗ ദ ആക്ടിവിറ്റീസ് വിൽ ഇൻഫ്ലുവൻസ് ദ കറന്റ് പ്രാക്ടീസ് ഓപ്പറേഷൻസ്. പുതിയ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ പഴയ കാര്യങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടോ? നമ്മളിപ്പോ എന്ത് ചെയ്തു? ഒരു ഹോസ്പിറ്റലിൽ പുതിയ സർവീസ് ഇംപ്ലിമെന്റ് ചെയ്തു, നടപ്പിലാക്കി. അപ്പോ അവിടെ പഴയ സർവീസുകൾ നടക്കുന്നുണ്ടാവുമല്ലോ. ആ പഴയ സർവീസിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. അതുപോലെ തന്നെ ഈ പുതിയ കാര്യം ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ടുള്ള വിഭവങ്ങൾ, റിസോഴ്സുകൾ ഉണ്ടോ എന്നുള്ളതും ചെക്ക് ചെയ്യണം. അങ്ങനെ രണ്ട് കാര്യങ്ങൾ നമ്മൾ അവിടെ കൺസിഡർ ചെയ്യണം, പരിഗണിക്കണം. ഓക്കെ ആണോ? സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. മെറ്റീരിയൽസ് മാനേജ്മെന്റ്. എന്താ മെറ്റീരിയൽസ്? എന്താ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാല്? സാധനങ്ങൾ അല്ലെ. ഹോസ്പിറ്റലുകളില് നമ്മൾ യൂസ് ചെയ്യുന്ന ഐറ്റംസ്, എക്യുപ്മെന്റ്സ്, അതിനൊക്കെ നമുക്ക് എന്ത് പറയാം? മെറ്റീരിയൽസ് എന്ന് പറയാം. ഇപ്പൊ ഹോസ്പിറ്റലുകളിലൊക്കെ ആണെങ്കിൽ കൂടുതലും ഓരോ ഡിപ്പാർട്ട്മെന്റ്സും എന്താണ്? ഓരോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുന്നത്. ആ മെറ്റീരിയൽസ് ഇല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഫങ്ഷൻസ് നടക്കോ? ഇല്ല അല്ലെ? അതുകൊണ്ട് തന്നെ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഹോസ്പിറ്റലുകളിൽ ഒരു പ്രധാനമായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആണ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. മെറ്റീരിയൽസ് മാനേജ്മെന്റ്. As far as any enterprise is concerned, materials are the major cost factor. അപ്പോ ഏതൊരു ഓർഗനൈസേഷനിലും ഈ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ എന്താണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, ആ ബിസിനസ്സിന് എന്ത് വേണം? മെറ്റീരിയൽസ് ആവശ്യമാണ് അല്ലെ? അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളിലായാലും ഡിഫറെന്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നുണ്ട്. ആ മെറ്റീരിയൽസ് ഇല്ലെങ്കിൽ അവരുടെ ഫംഗ്ഷൻ ഒന്നും നടക്കില്ല. അതുകൊണ്ട് തന്നെ ഈ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു മേജർ ആയിട്ടുള്ള കോസ്റ്റ് ഫാക്ടർ ആണ്. മെറ്റീരിയൽസ് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കുറെ പണം ചെലവാക്കേണ്ടി വരില്ലേ? വരാറുണ്ടോ? അതാണ് പറയുന്നത് എന്ത്? മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഒരു മേജർ കോസ്റ്റ് ഫാക്ടർ, ചിലവുള്ള ഒരു ഘടകമാണ് എന്നാണ് പറയുന്നത്. ഇനി എന്താണ്? About 40% of the budgetary allocation is on procurement and management of stores in healthcare institutions. ഹോസ്പിറ്റലുകളില് ഈ മെറ്റീരിയൽസ് വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ ബഡ്ജറ്റ്, ഓരോ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നില്ലേ? തയ്യാറാക്കേണ്ടി വരുന്നില്ലേ? നമ്മൾ പഠിച്ചില്ലേ മാർക്കറ്റിംഗില്? അപ്പോ അങ്ങനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും എന്താണ്? ബഡ്ജറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അപ്പൊ ഹോസ്പിറ്റലുകളാണെങ്കിൽ ഓരോ സാധനങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യണം? ക്യാഷ്, ഇത്ര ക്യാഷ്, ഇന്നതിന് ഇത്രയും ക്യാഷ് എന്ന് പറഞ്ഞിട്ട് നീക്കി വെക്കണം. അപ്പൊ അങ്ങനെ മെറ്റീരിയൽസിന് ഈ ഹോസ്പിറ്റലിൽ വേണ്ടി വരുന്നത് 40% ആണ് ബഡ്ജറ്ററി അലോക്കേഷൻ ആയിട്ട് മാറ്റി വെക്കുന്നത്. പ്രൊക്യൂർമെന്റ് എന്താ? പ്രൊക്യൂർമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ആവശ്യങ്ങള്. ഓക്കെ, അപ്പൊ ആവശ്യങ്ങൾക്കായാലും അത് മാനേജ് ചെയ്ത് വെക്കുന്നതിനായാലും അല്ലെ, സ്റ്റോഴ്സില് അതിന്റെ ആവശ്യങ്ങൾ വേണ്ടി വന്നാലും മെറ്റീരിയൽസിന്റെ ആവശ്യങ്ങൾക്കായാലും അതുപോലെ അത് മാനേജ് ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ടും എന്താണ്? ബഡ്ജറ്റ് നമ്മൾ അലോക്കേറ്റ് ചെയ്യണം. അങ്ങനെ ഹോസ്പിറ്റലുകളില് ഈ മെറ്റീരിയൽസിന് വേണ്ടി മാത്രം 40% ആണ് നീക്കി വെച്ചിരിക്കുന്നത്.
പറയുന്നത്. ഇനി എന്താണ്? മെറ്റീരിയൽസ് ക്യാൻ ബി ടേംഡ് ആസ് എക്യുപ്മെന്റ്സ്. ഇനി മെറ്റീരിയൽസ് എങ്ങനെയൊക്കെ ആവാം? ഹോസ്പിറ്റലുകളിലെ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് എക്യുപ്മെന്റ്സ് ആവാം അല്ലെ. അതുപോലെ തന്നെ അപ്പാരറ്റസ് യന്ത്രങ്ങളാവാം. പിന്നെന്താണ്? സപ്ലൈസ് റിക്വയർഡ് അല്ലെ, എന്താണ്? ലഭ്യമായ സാധനങ്ങളാവാം. സ്റ്റോക്ക്ഡ് ആൻഡ് യൂട്ടിലൈസ്ഡ് ബൈ ആൻ ഓർഗനൈസേഷൻ. അവിടെ സ്റ്റോക്ക് ചെയ്ത് വെക്കുകയും ഒരാവശ്യങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് എക്യുപ്മെന്റ്സ് ആവാം, അപ്പാരറ്റസ് ആവാം, സപ്ലൈ റിക്വയർഡ് ആവാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഓക്കെ ആണോ? ഫസ്റ്റ് പാരഗ്രാഫ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഡൗട്ട് ഉണ്ടോ? ഓക്കെയാണ്. ഇനി നോക്കിയേ, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനി പറയുന്ന പോയിന്റ് എന്താണ്? മെറ്റീരിയൽസ് മാനേജ്മെന്റ് മേ ബി ഇന്റർചേഞ്ചബിളി ഡിഫൈൻഡ് ആസ് സ്റ്റോർസ് മാനേജ്മെന്റ്. എന്താണ്? മെറ്റീരിയൽസ് മാനേജ്മെന്റിനെ പറയുന്ന മറ്റൊരു പേരാണ് ഇത് സ്റ്റോർസ് മാനേജ്മെന്റ്. ഓക്കെ, അടിയിൽ അടയാളപ്പെടുത്തി വെക്കണം കേട്ടോ, നോട്ട് ചെയ്ത് വെക്കാം. മെറ്റീരിയൽസ് മാനേജ്മെന്റിനെ പറയുന്ന മറ്റൊരു പേരാണ് സ്റ്റോർസ് മാനേജ്മെന്റ്. Housley has defined materials management as the supervision and control of goods and services and equipments from acquisition to disposition. So Housley എന്ന് പറയുന്ന ആള് മെറ്റീരിയൽസ് മാനേജ്മെന്റിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? The supervision and control of goods and services and equipments from acquisition to disposition. Acquisition എന്ന് പറഞ്ഞാൽ എന്താണ്? കൈവശപ്പെടുത്തുക അല്ലെ, കൈവശപ്പെടുത്തുക. അക്വിസിഷൻ മീൻസ് കൈവശപ്പെടുത്തുക. ഈ ഡിസ്പോസിഷൻ എന്താണ്? ക്രമീകരിക്കുക, ക്രമീകരിക്കുക. അപ്പോ ഗുഡ്സ് ആൻഡ് സർവീസസ് നമ്മൾ കൈവശപ്പെടുത്തുകയും അത് ക്രമീകരിക്കുകയും ഡിസ്പോസിഷൻ നടത്തുകയും ആ ഗുഡ്സ് ആൻഡ് സർവീസസുകൾ നമ്മൾ സ്വീകരിച്ച് അത് കൈവശപ്പെടുത്തി നമ്മൾ ക്രമീകരിച്ചു വെക്കുന്ന ആ സൂപ്പർവിഷൻ ആൻഡ് കൺട്രോൾ, ആ പ്രോസസ്സിനെ പറയുന്നതാണ് മെറ്റീരിയൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഒന്നുകൂടി പറഞ്ഞു തരാം. നമ്മൾ ചെയ്തു, ഗുഡ്സ് ആൻഡ് സർവീസ് ആരുടെ കയ്യിൽ നിന്നാണ് വാങ്ങിക്കുന്നത്? പ്രൊഡ്യൂസറിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും അല്ലെ. നമ്മളത് സ്വീകരിച്ചു, അതാണ് അക്വിസിഷൻ. കൈവശപ്പെടുത്തി, അത് റിസീവ് ചെയ്തെടുത്തു. ഇനി അതെന്ത് ചെയ്യണം? അത് അതിന്റെ സ്ഥാനത്ത് നമ്മൾ വെക്കണ്ടേ, ക്രമീകരിച്ച് വെക്കണ്ടേ. മെഡിസിൻസ് ഒക്കെയാണ് വാങ്ങിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളത് മാനുഫാക്ചറുടെ കയ്യിൽ നിന്ന് സ്വീകരിച്ചു, അതെന്ത് ചെയ്യുന്നുണ്ട്? ഓരോ സ്ഥാനത്ത് കൊണ്ടുപോയി ക്രമീകരിച്ച് വെക്കണം അല്ലെ. അതാണ് അക്വിസിഷൻ ടു ഡിസ്പോസിഷൻ. കൈവശപ്പെടുത്തുകയും അത് ക്രമീകരിച്ച് വെക്കുകയും ചെയ്യുന്നു. ക്ലിയർ ആയോ? അതിന്റെ ആ സൂപ്പർവിഷനെയും കൺട്രോളിങ്ങിനെയും പറയുന്നതാണ് മെറ്റീരിയൽസ് മാനേജ്മെന്റ്. ഓക്കെ ആണോ? ഓക്കെ, ഇനി നോക്കിയേ. Managing of materials to give the right quantity of material at the right time and the right place at low cost is materials management. ഇനി മെറ്റീരിയൽസ് എങ്ങനെയൊക്കെ കൊടുക്കാം? റൈറ്റ് ക്വാളിറ്റി അല്ലെ, നല്ല രീതിയിലുള്ള ഗുണനിലവാരത്തോട് കൂടി കൊടുക്കണം. അതുപോലെ തന്നെ എന്താണ്? റൈറ്റ് ടൈമില്, കറക്റ്റ് ടൈമിൽ കൊടുക്കാം, കറക്റ്റ് പ്ലേസിൽ വെച്ച് കൊടുക്കണം. അതുപോലെ തന്നെ ലോ കോസ്റ്റിലുമായിരിക്കണം മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനെ നമ്മൾ എന്ത് പറയുന്നുണ്ട്? മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. മെറ്റീരിയൽസ് എങ്ങനെ കൊടുക്കണം എന്നാ പറഞ്ഞത്? റൈറ്റ് ക്വാളിറ്റിയില്, റൈറ്റ് ടൈമില്, റൈറ്റ് പ്ലേസില്, ലോ കോസ്റ്റില്. ക്ലിയർ ആയോ? ഇനി എന്താണ്? മെറ്റീരിയൽസ് ആർ ദ വൈറ്റൽ റിസോഴ്സസ് ഇൻ എ ഹോസ്പിറ്റൽ. വൈറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? വൈറ്റൽ വൈറ്റൽ എന്താ? പ്രധാനപ്പെട്ട, ഇമ്പോർട്ടന്റ്. ഓക്കെ, പ്രധാനപ്പെട്ട അല്ലെങ്കിൽ എന്താണ്? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിസോഴ്സസ് ആണ്. ആരുടെ? ഹോസ്പിറ്റലിന്റെ അല്ലെ. ഹോസ്പിറ്റലിന് ഒരു പ്രവർത്തനം, ആ മെറ്റീരിയൽസ് ഇല്ലെങ്കിൽ ഒരു പ്രവർത്തനം മുമ്പോട്ട് പോകില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് എന്താണ്? ഹോസ്പിറ്റലിൽ ഒരു പ്രധാനപ്പെട്ട ഒരു റിസോഴ്സസ് ആണ്, വിഭവമാണ്. It is a supportive department in the functioning of the hospital. അപ്പോൾ പറഞ്ഞു, ഓരോ ഡിപ്പാർട്ട്മെന്റിനും അതിൻ്റെതായിട്ടുള്ള മെറ്റീരിയൽസ് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും മെറ്റീരിയൽസ് എന്ന് പറയുന്നത് എന്താണ്? ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഘടകം തന്നെയാണ്. ഓക്കെ,
ഇത്രയും കാര്യങ്ങളാണ് എങ്കിൽ പറയുന്നത് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞത് കേട്ടോ. ഓക്കെ ആണോ? ഓക്കെ ആണോ ഇൻട്രൊഡക്ഷൻ? ഇനി പറയണോ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണോ? ഇനി നോക്കിയേ, എയിംസ് ഓഫ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് കേട്ടോ. അവിടെ എയിമിൽ നിന്നാണ് കിടക്കുന്നത്, അതുകൊണ്ട് എയിംസ് ഓഫ് എന്നാക്കണം കേട്ടോ. കറക്റ്റ് ആക്കാം. എയിംസ് ഓഫ് മെറ്റീരിയൽസ് മാനേജ്മെന്റ്. The objective of materials management in a hospital is to make sure that there is ample stock of required items for continuous supply. First objective അല്ലെങ്കിൽ aims ആയിട്ട് പറയുന്നത് എന്താണ്? Ample stock of required items for continuous supply. എന്താണ് ample എന്ന് പറഞ്ഞാൽ? എന്താണ്? മതിയായ, അല്ലെ? മതിയായ. കണ്ടിന്യൂസ് സപ്ലൈ എന്താണ്? നിരന്തരമായിട്ടുള്ള അല്ലെങ്കിൽ തുടർച്ചയായിട്ടുള്ള സപ്ലൈ ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും കണ്ടിന്യൂസ് ആയിട്ട് സപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് മതിയായ രീതിയിൽ എന്തുണ്ടായിരിക്കണം? സ്റ്റോക്ക് ഉണ്ടായിരിക്കണം. അതാണ് മെറ്റീരിയൽസ് മാനേജ്മെന്റിന്റെ ഫസ്റ്റ് എയിം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ആയിട്ട് പറയുന്നത്. ഓക്കെ ആണോ? എന്താ പറഞ്ഞത്? കണ്ടിന്യൂസ് ആയിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും സപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മതിയായ രീതിയിൽ സ്റ്റോക്ക് ഉണ്ടായിരിക്കണം. ആംബിൾ എന്ന് പറഞ്ഞാൽ മതിയായ സ്റ്റോക്ക്, അല്ലെ? മതിയായ രീതിയിൽ അല്ലെങ്കിൽ ആവശ്യത്തിന് അവിടെ സ്റ്റോക്ക് ഉണ്ടായിരിക്കണം. ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും സപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് അവിടെ എന്തായിരിക്കണം? സ്റ്റോക്ക് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ സ്റ്റോക്ക് ഇല്ലെങ്കിൽ എന്താണ്? സപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റില്ലേ? അതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ ആവശ്യം അനുസരിച്ച് അവരുടെ ആവശ്യങ്ങൾക്ക് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് സപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മതിയായ രീതിയിലുള്ള സ്റ്റോക്ക് ഉണ്ടായിരിക്കണം. ക്ലിയർ ആയോ ട്ടോ? ഓക്കെ ആണോ? ഓക്കെ. ഇനി എന്താണ്? ടു കീപ് എവേ ഫ്രം സർപ്ലസ്. സർപ്ലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബാലൻസ് വരിക, അല്ലെ? ബാലൻസ് വരുന്നത്. അപ്പോ ഇവിടെ എന്താ പറയുന്നത്? ടു കീപ് എവേ ഫ്രം സർപ്ലസ്. എന്താണ്? മിച്ചം വരാത്ത രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? പർച്ചേസ് ചെയ്യണം. ഉദ്ദേശിക്കുന്നത് എന്താണ്? ആവശ്യത്തിന് മാത്രം നമ്മള്, അല്ലെ? ആവശ്യത്തിന് മാത്രം നമ്മള് പർച്ചേസ് ചെയ്യാം. അധികം വരാത്ത രീതിയിൽ ഓവർ സ്റ്റോക്കിംഗ് ആവാതെ എന്ത് ചെയ്യണം? ആവശ്യത്തിന് മാത്രം നമ്മളിവിടെ പർച്ചേസ് ചെയ്യണം. അല്ലെങ്കിൽ അത് വേസ്റ്റ് ആവില്ലേ? ആവശ്യത്തിന് അനുസരിച്ച് ചെയ്യാതെ നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാല് മെറ്റീരിയൽസ് അവിടെ വേസ്റ്റ് ആയിട്ട് ഇരിക്കും, അല്ലെ? ചിലപ്പോൾ എന്താണ്? മെഡിസിൻസ് ഒക്കെ ആണെങ്കിൽ എന്താണ്? എക്സ്പയറി കഴിഞ്ഞു പോകാം. ആ ഡേറ്റ് കഴിഞ്ഞു പോയാൽ ഉപയോഗിക്കാൻ നമുക്ക് പറ്റോ? ഇല്ല. അതുകൊണ്ട് എന്താ പറയുന്നത്? ഇപ്പോ ഒരു മാസത്തേക്കാണ് സ്റ്റോക്ക് എടുക്കുന്നതെങ്കിൽ ആ ഒരു മാസത്തേക്ക് മാത്രം നമ്മൾ എന്ത് ചെയ്യാം? സ്റ്റോക്ക് എടുക്കാം. ക്ലിയർ ആയോ? ആവശ്യത്തിന് മാത്രം നമ്മള്, അല്ലെങ്കിൽ എന്താണ്? മിച്ചം വരാത്ത രീതിയിൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം. മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? സെക്കൻഡ് ഒബ്ജക്റ്റീവ് ക്ലിയർ ആയി. ഇനി നോക്കിയേ, തേർഡ് ഒബ്ജക്റ്റീവ് നോക്കിയേ. Have appropriate storage. Have appropriate storage. നോക്കണോ? To keep away from surplus. സർപ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബാലൻസ് വരിക. അപ്പോ ഇവിടെ നമ്മൾ സ്റ്റോക്ക് പർച്ചേസ് ചെയ്യുമ്പോ അല്ലെങ്കിൽ സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കുമ്പോ മിച്ചം വരാത്ത രീതിയിൽ വേണം പർച്ചേസ് ചെയ്യാനായിട്ട്. ഓക്കെ ആണോ? മിച്ചം വരാത്ത രീതിയിൽ വേണം പർച്ചേസ് ചെയ്യാനായിട്ട്. ഇപ്പൊ മെഡിസിൻസ് ഒക്കെ ഒരു മാസത്തേക്ക് പർച്ചേസ് ചെയ്യുമ്പോ ആ ഒരു മാസത്തേക്ക് മാത്രം ഉള്ളത് മാത്രം, ആ ഒരു മാസത്തേക്ക് വേണ്ടത് മാത്രം എന്ത് ചെയ്യണം? പർച്ചേസ് ചെയ്യണം. അല്ലെങ്കിൽ എന്താണ്? ചിലപ്പോ അതിന്റെ ഡേറ്റ് ഒക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇനി എന്താണ്? ഹാവ് അപ്രോപ്രിയേറ്റ് സ്റ്റോറേജ്. ചില മെഡിസിൻസ് ഒക്കെ എന്താണ്? ചില മെഡിസിൻസ് ഒക്കെ ചിലപ്പോ കൂൾ സ്റ്റോറേജില്, കൂൾ ടെമ്പറേച്ചറിലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ഉള്ള മെഡിസിൻസ് ഒക്കെ മതിയായ രീതിയിൽ അല്ലെങ്കിൽ ഉചിതമായ രീതിയിൽ നമ്മള് സ്റ്റോർ ചെയ്ത് കൊടുക്കണം. അതാണ് ഹാവ് അപ്രോപ്രിയേറ്റ് സ്റ്റോറേജ്. ഉചിതമായ രീതിയിലായിരിക്കണം ഓരോ മെഡിസിൻസും അല്ലെങ്കിൽ ഓരോ മെറ്റീരിയൽസും
സ്റ്റോർ ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? മെഡിസിന്റെ എക്സാമ്പിൾ പറഞ്ഞപ്പോ ഓക്കെ ആണോ? ഹാവ് അപ്രോപ്രിയേറ്റ് സ്റ്റോറേജ്. ഓക്കെ. ഇനി എന്താണ്? ഈസി റിട്രീവബിലിറ്റി, distribution, the point of usage whenever needed. Retrievability എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? തിരിച്ചെടുക്കാൻ കഴിയുന്ന വിധത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. സാധനങ്ങള് സ്റ്റോർ ചെയ്ത് വെക്കണം. ഇപ്പൊ മെഡിസിൻസ് ഒക്കെ അതാത് രീതിയിൽ ക്രമീകരിച്ച് അതിൻ്റെതായിട്ടുള്ള സ്ഥാനത്ത് ക്രമീകരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം? പേഷ്യൻസ് വന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ എന്താണ്? ക്രമീകരിച്ചൊന്നും വെച്ചിട്ടില്ലെങ്കിൽ എന്താണ്? നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഓരോ സാധനങ്ങളും പർച്ചേസ് ചെയ്ത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ പെട്ടെന്ന് നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയുന്ന വിധത്തിലായിരിക്കണം നമ്മൾ ഓരോന്നും ക്രമീകരിച്ച് വെക്കുന്നത്. ഓക്കെ ആണോ? ഇനി എന്താണ്? effective and efficient utilization of resources available. effective എന്ന് പറഞ്ഞാല് ഫലപ്രദമായും കാര്യക്ഷമമായിട്ടും റിസോഴ്സുകള് ഉപയോഗിക്കാൻ സാധിക്കണം. ഫലപ്രദമായും കാര്യക്ഷമമായിട്ടും റിസോഴ്സുകള് ഉപയോഗിക്കാനായിട്ട് സാധിക്കണം. ഇത്രയും കാര്യങ്ങളാണ് എയിംസ് ഓഫ് മെറ്റീരിയൽസ് മാനേജ്മെന്റിൽ വരുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? ample stock of required items for continuous supply. പിന്നെന്താ പറഞ്ഞത്? to keep away from surplus, have appropriate storage, easy retrievability, distribution, the point of usage whenever needed, effective and efficient utilization of resources available. Clear ആയോ? ഇനി അതിന്റെ അടിയില് മേജർ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോ എയിംസ് ഓഫ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് അതിന് വേറെ തരത്തിൽ പറയുന്നുണ്ട് കേട്ടോ. ഒബ്ജക്റ്റീവ്സ് ഓഫ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്ന് കൂടി പറയുന്നുണ്ട്. അതിന്റെ മേജർ ഒബ്ജക്റ്റീവ് ആണ് 3 പോയിന്റ് ആക്കി കൊടുത്തിരിക്കുന്നത്. ഓക്കെ. മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് അല്ലെ? ഏതൊരു സ്ഥാപനത്തിന്റെയും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക, ഉയർത്തുക, പ്രോഫിറ്റ് ഉണ്ടാക്കുക. കോസ്റ്റ് അല്ലെ? കോസ്റ്റ് കുറച്ചിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാനാണ് അവരെപ്പോഴും ആഗ്രഹിക്കുന്നത്. അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? പ്രോഫിറ്റ് ആണ്. അപ്പൊ മേജർ ഒബ്ജക്റ്റീവില് ഫസ്റ്റ് പോയിന്റ് ആണ് എന്ത്? മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ്. ഇനി എന്താണ്? മിനിമൈസേഷൻ ഓഫ് കോസ്റ്റ്. കോസ്റ്റ് എന്താ ചെയ്യാ? ചെലവ് കുറയ്ക്കുക, മിനിമൈസ് ചെയ്യുക. ഇനി അറ്റൈൻമെന്റ് ഓഫ് ഹോസ്പിറ്റൽ ഒബ്ജക്റ്റീവ്. ഒബ്ജക്റ്റീവ്സ് അല്ലെ? ഹോസ്പിറ്റലിന്റെ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യുക, നേടിയെടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് മേജർ ഒബ്ജക്റ്റീവ് ആയിട്ട് വരുന്നത്. ഏതൊക്കെയാണ്? മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ്, മിനിമൈസേഷൻ ഓഫ് കോസ്റ്റ്, ഹോസ്പിറ്റലിന്റെ ഒബ്ജക്റ്റീവ് നേടിയെടുക്കുക, അറ്റൈൻ ചെയ്യുക. ഓക്കെ ആണോ? ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. അറിയാവുന്ന പോയിന്റ് അല്ലേ? ഓക്കെ. ഇനി നോക്കിയേ, ഫങ്ഷൻസ് ഓഫ് മെറ്റീരിയൽസ് മാനേജ്മെന്റ്. മെറ്റീരിയൽസ് മാനേജ്മെന്റിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് പോയിന്റ്, മെറ്റീരിയൽസ് പ്ലാനിങ് ആൻഡ് ബഡ്ജറ്റിംഗ്. നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ഓരോ ഡിപ്പാർട്ട്മെന്റും, ഹോസ്പിറ്റലിലും പല പല ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ആ ഡിപ്പാർട്ട്മെന്റ്സുകൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, മെറ്റീരിയൽസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്യും. അതാണ് മെറ്റീരിയൽസ് പ്ലാനിങ്. കിട്ടിയോ? ഇനി എന്താണ്? ആൻഡ് ബഡ്ജറ്റിംഗ് അല്ലെ? ഓരോ സാധനങ്ങൾക്കും ആവശ്യമായിട്ടുള്ള ബഡ്ജറ്റിംഗ്, കോസ്റ്റ് എത്രയാണ്, അല്ലെങ്കിൽ എത്ര ക്യാഷ് വേണ്ടി വരും എന്നുള്ളത് ബഡ്ജറ്റ് എഴുതി തയ്യാറാക്കും. ഫസ്റ്റ് പോയിന്റ് മനസ്സിലായോ? മെറ്റീരിയൽസ് പ്ലാനിങ് ആൻഡ് ബഡ്ജറ്റിംഗ്. ഓക്കെ ആണോ? ഡൗട്ട് വരുന്നുണ്ടോ മക്കളെ? ഓക്കെ ആണോ? ഓക്കെ. ഇനി എന്താണ്? നമ്മള് ബഡ്ജറ്റ് ആദ്യം പ്ലാൻ ചെയ്തു, ബഡ്ജറ്റ് എഴുതി തയ്യാറാക്കി അല്ലെ? ബഡ്ജറ്റ് തയ്യാറാക്കി. അതിനുശേഷം എന്ത് ചെയ്യും? പർച്ചേസ് ചെയ്യാം അല്ലെ? ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്താണെന്നുള്ളത് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? പർച്ചേസ് ചെയ്തു. ഇനി അതെന്ത് ചെയ്യും? റിസീവ് ചെയ്തു. നമ്മുടെ കയ്യിലേക്ക് അത് റിസീവ് ചെയ്തു, കിട്ടി. അതിനുശേഷം ഇൻസ്പെക്ഷൻ അല്ലെ? ഇൻസ്പെക്ഷൻ, സ്റ്റോക്കിംഗ്. നമ്മൾ ആദ്യം നിരീക്ഷിക്കും ഓരോ ഡിപ്പാർട്ട്മെന്റിൽ തന്നിരിക്കുന്ന ക്വാണ്ടിറ്റി, ഇത്ര ക്വാണ്ടിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ ഇത്ര പ്രൈസ് ഉണ്ടോ, എത്രയാണ് ഇതിന്റെ പ്രൈസ്,
എത്ര ക്വാണ്ടിറ്റിയിൽ എത്രയാണ്, ക്വാളിറ്റി ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നിരീക്ഷിക്കും. ക്ലിയർ ആയോ? എന്നിട്ട് എന്ത് ചെയ്യും? സ്റ്റോർ ചെയ്ത് വെക്കും. അതാണ് സ്റ്റോക്കിംഗ്. മനസ്സിലായോ? റിസീവിംഗ് ആൻഡ് ഇൻസ്പെക്ഷൻ, സ്റ്റോക്കിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഇനി സ്റ്റോർ ചെയ്ത് വെച്ചതിന് ശേഷം അതാത് ഡിപ്പാർട്ട്മെന്റിലേക്ക് എന്ത് ചെയ്യും? അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. ഇത്രയും വരെ മനസ്സിലായോ? 3 പോയിന്റ്. നല്ലതാണ് നോക്കണം. ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നിരീക്ഷിക്കുന്നത്. ഡാമേജ് ഉണ്ടോ, അല്ലെങ്കിൽ നല്ല ഗുഡ്സ് ആണോ, ക്വാളിറ്റി ഉണ്ടോ, അതെല്ലാം ഞാൻ പറഞ്ഞത്. ക്വാളിറ്റി ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചിട്ട് അവർ സ്റ്റോക്ക് ചെയ്ത് വെക്കും. ഓക്കെ അല്ലേ? 3 പോയിന്റ്. ഇനി എന്താണ്? ഇൻവെന്ററി കൺട്രോൾ അല്ലേ? ഓരോ ഐറ്റത്തിന്റെയും വിവര പട്ടിക. ഇൻവെന്ററി എന്ന് പറഞ്ഞാല് വിവര പട്ടിക എന്ത് ചെയ്യും? റെക്കോർഡ് ചെയ്ത് വെക്കും. അതുപോലെ തന്നെ കോസ്റ്റ് റിഡക്ഷൻ ഉണ്ട്. എങ്ങനെയാ കോസ്റ്റ് റിഡക്ഷൻ ചെയ്യാൻ പറ്റാം? മെറ്റീരിയൽസിന്റെ ഏതൊക്കെ ടെക്നിക്സോ അല്ലെങ്കിൽ ഏതൊക്കെ മെത്തേഡ്സ് വഴി നമുക്ക് ചെയ്യാൻ പറ്റും കോസ്റ്റ് റിഡക്ഷൻ? കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അറിയാൻ പറ്റുമോ നിങ്ങൾക്ക്? എങ്ങനെയെല്ലാം ഒരു മെറ്റീരിയൽസിന്റെ കോസ്റ്റ് കുറയ്ക്കാനായിട്ട് പറ്റും നമുക്ക്? എങ്ങനെയൊക്കെയാ പറ്റാം? നമ്മള് ബൾക്ക് പർച്ചേസ് ചെയ്യുന്നതിലൂടെ. വെരി ഗുഡ്. പിന്നെന്താണ്? പ്ലാസ്റ്റിക് ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ ഹോസ്പിറ്റലുകളിൽ യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക് ഐറ്റംസ്, കാർഡ്ബോർഡുകൾ, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് റീയൂസ് ചെയ്ത് ഉപയോഗിക്കാം അല്ലെ? ഓരോ ഐറ്റംസും റീയൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പുതിയത് വാങ്ങിക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. അങ്ങനെ കോസ്റ്റ് കുറയ്ക്കുന്നുണ്ട്. അതുപോലെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് വാങ്ങിച്ചിട്ട് നല്ല ഗുണനിലവാരത്തോട് കൂടിയിട്ടുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് വാങ്ങിക്കുമ്പോൾ എന്താണ്? അതിന് റിപ്പയേഴ്സ്, മെയിൻ്റെനൻസ് വർക്ക് ഒന്നും വരില്ല കുറെ നാളത്തേക്ക്. അതുകൊണ്ട് തന്നെ എന്താണ്? ഗുഡ് ക്വാളിറ്റിയിൽ അത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് വാങ്ങിക്കുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? കോസ്റ്റ് റിഡക്ഷൻ ചെയ്യാം. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഇനി എന്താണ്? വാല്യൂ അനാലിസിസ് അല്ലെ? മൂല്യം വിശകലനം. വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? മൂല്യം. അനാലിസിസ് മീൻസ് വിശകലനം ചെയ്യുക. മൂല്യ വിശകലനം. ഫോർ എക്സാമ്പിൾ ആയിട്ട് എന്താണ്? ഇപ്പോ ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിക്കാതെ തന്നെ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ മൂല്യം തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ എന്താണ്? നമുക്ക് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങൾ വാല്യൂ, അതിന്റെ മൂല്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയാന്നുണ്ടെങ്കിൽ ഇപ്പൊ ബി പി ചെക്ക് ചെയ്യുന്ന മെഷീൻ, അത് എന്താണ്? കുറെ വെറൈറ്റി ഓഫ് കളറിങ് അല്ലെങ്കിൽ പല കളറിലുള്ള മെഷീൻസ് ഒക്കെ വാങ്ങിക്കാതെ എന്താണ്? അങ്ങനെയുള്ള മെഷീൻസ്, കുറെ വെറൈറ്റി ഓഫ് മെഷീൻസ് വാങ്ങിച്ചു വെച്ചിട്ട് കാര്യമുണ്ടോ? അതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താണ്? ബി പി ചെക്ക് ചെയ്യുക എന്ന പ്രവർത്തനമാണ് ചെയ്യുന്നത് അല്ലെ? അതിന്റെ വെറൈറ്റി ഓഫ് മെഷീനും ചെയ്യുന്ന പ്രവർത്തനം എന്താണ്? ബി പി ചെക്ക് ചെയ്യുന്നത് തന്നെയാണ്. കൂടുതൽ ഇപ്പൊ കളറിങ്ങിൽ വ്യത്യാസം വരുത്താം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കളറിങ്ങിൽ വ്യത്യാസം അനുസരിച്ച് കുറെ അധികം വാങ്ങിച്ചു വെക്കാതെ അതിന്റെ മൂല്യം തിരിച്ചറിഞ്ഞുകൊണ്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റണം. ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിച്ചു വെക്കാതെ ഒരു പ്രൊഡക്റ്റിന്റെ പല വെറൈറ്റികൾ വാങ്ങിക്കാതെ. ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത്? ബി പി ചെക്ക് ചെയ്യുന്ന മെഷീൻ പല കളറുകളിലും പല കളറുകളും എന്താണ്? വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? നമുക്ക് അതിന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ്? ബി പി ചെക്ക് ചെയ്യുന്നത് മാത്രമാണ് അല്ലെ? അപ്പൊ കൂടുതൽ ഒരുപാട് വാങ്ങിച്ചു വെക്കാതെ എന്ത് ചെയ്യണം? ചിലവ് കുറച്ച് അതിനെ യൂസ് ചെയ്യാനായിട്ട് പറ്റണം. അപ്പോ അതിൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു പ്രൊഡക്റ്റിന്റെ മൂല്യം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി കോസ്റ്റ് കുറച്ച് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. ക്ലിയർ ആയോ? അതാണ് വാല്യൂ അനാലിസിസ്. ഇനി എന്താണ്? ഡിസ്പോസൽ അല്ലെ? നിർമാർജനം ചെയ്യാം. എങ്ങനെയൊക്കെ നമുക്ക് മെറ്റീരിയൽസ് ഡിസ്പോസൽ ആവുന്ന മെറ്റീരിയൽസ് ഏതൊക്കെയാണ്? ഏതൊക്കെ വരാം ഡിസ്പോസൽ ചെയ്യേണ്ട മെറ്റീരിയൽസ്? യൂസ്ഡ് ആയിട്ടുള്ള സിറിഞ്ചുകള്, അതുപോലെ എന്താ എക്സ്പയറി ആയിട്ടുള്ള മെഡിസിൻസുകൾ അല്ലെ, ഉപയോഗിക്കാൻ പറ്റാത്തത്. പിന്നെന്താ കത്രിക, അതുപോലെ ബ്ലേഡ്, അതൊക്കെ മുറിച്ചില്ലാത്തതൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം?
അതൊക്കെ ഡിസ്പോസൽ ചെയ്ത് കളയേണ്ടി വരും അല്ലെ. ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്ന ഐറ്റംസ് ആണ് ടോമിക്സ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ അവരുടേതായിട്ടുള്ള രീതിയിൽ നിർമ്മാർജ്ജനം ചെയ്ത് കളയണം. ക്ലിയർ ആയോ? ഒന്നില്ലെങ്കിൽ എന്ത് ചെയ്യും, ആക്രിക്ക് നമ്മൾ കൊടുക്കും അല്ലെ. ആക്രി കേട്ടിട്ടുണ്ടോ നിങ്ങള്? കേട്ടിട്ടുണ്ടാവുമല്ലോ ആക്രി. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മള് ചെയ്ത് കൊടുക്കാം, ആക്രിയിൽ കൊടുക്കാം. ഒന്നല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നിർമ്മാർജ്ജനം ചെയ്ത് കളയാം, അല്ലെങ്കിൽ ആക്രിയിൽ കൊടുക്കാം. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് എന്താ മനസ്സിലാവാത്തത്? നമ്മള് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തു. ആദ്യം നമ്മൾ പ്ലാൻ ചെയ്തു ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ്സിന് ഏതൊക്കെ സാധനങ്ങൾ ആവശ്യമാണ് എന്നുള്ളത് പ്ലാൻ ചെയ്തു. അതിനെ ബഡ്ജറ്റ് നമ്മൾ തയ്യാറാക്കി. പിന്നെ നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്തു, അത് റിസീവ് ചെയ്തു, നമ്മുടെ കയ്യിലെത്തി. ഇൻസ്പെക്ഷൻ നടത്താം. ഇന്ന നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ, ആ ലിസ്റ്റ് നോക്കിയിട്ട് ഇന്ന ഡിപ്പാർട്ട്മെന്റ് എത്രയാണ് ആ സാധനം പറഞ്ഞിരിക്കുന്നത്, എത്ര ക്വാണ്ടിറ്റി ആണ്, ക്വാളിറ്റി ഉണ്ടോ, പ്രൈസ് എത്രയാണ് എന്നുള്ളത് നിരീക്ഷിക്കുക. അത് എന്നിട്ട് ചെയ്യാം, ഡാമേജ് ഗുഡ്സ് ഉണ്ടോ എന്നുള്ളതൊക്കെ നിരീക്ഷിച്ചിട്ട് സ്റ്റോക്ക് ചെയ്ത് വെക്കുക. സ്റ്റോർ ചെയ്ത് വെച്ചു, അതാണ് ഡിപ്പാർട്ട്മെന്റിന്റെ ആവശ്യമനുസരിച്ചിട്ട് അവർക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഇൻവെന്ററി കൺട്രോൾ എന്ന് പറഞ്ഞാല് വിവര പട്ടിക. ഓരോ ഇൻവെന്ററീസ്, സ്റ്റോക്കിന്റെ ഓരോ ഇൻവെന്ററി ഉണ്ടാവുമല്ലോ, വിവര പട്ടിക. സ്റ്റോക്കിന്റെ എത്ര സ്റ്റോക്ക് വന്നോ എന്നുള്ളത് അതാണ്. ഓരോ ഡിപ്പാർട്ട്മെന്റിലും എത്ര സ്റ്റോക്ക് ഉണ്ട്, എത്ര എണ്ണം ഉണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കും. എന്താണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ് ഇൻ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ഏതൊക്കെയാണ്? ഡിഫറെന്റ് ടൈപ്സ്. നമ്മൾ പറഞ്ഞു ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ഡിഫറെന്റ് ആണ്. അവിടെ നോക്കിയേ, എക്യുപ്മെന്റ് വിച്ച് ഇൻക്ലൂഡ്സ് സർജിക്കൽ ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഉണ്ട്. അതുപോലെ എന്താണ് മെഷീൻസ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. സർജറിക്ക് വേണ്ടിയിട്ട് നമ്മള് മെഷീൻസ്, പല മെഷീൻസും യൂസ് ചെയ്യുന്നുണ്ട്. വിച്ച് ഇസ് ഇൻക്ലൂഡ്സ് സർജിക്കൽ. പിന്നെ എന്താണ് പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി. പ്രിന്റിംഗിൽ വരുന്ന മെറ്റീരിയൽസ് ഏതൊക്കെയായിരിക്കും? പ്രിന്റിംഗ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസ് പേപ്പർ ഉണ്ടാകും. പിന്നെന്താ ഇങ്ക്, പെൻ, ഓക്കെ, റെക്കോർഡുകൾ, ഫയലുകൾ കേട്ടോ. അതൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് മിസ് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ് കേട്ടോ. സ്റ്റേഷനറി ഐറ്റംസ് എന്തൊക്കെ വരാം? സ്റ്റേഷനറി, ബുക്ക്, പെൻ, ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടോ. പിന്നെന്താ ഹൗസ് കീപ്പിംഗ്, ലിനൻ ആൻഡ് കെമിക്കൽസ്. ലിനൻ ഏതുമായിട്ട് ബന്ധപ്പെട്ടതാ? ലിനൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ക്ലോത്തുമായിട്ട് കേട്ടോ. ലിനൻ എന്ന് പറയുന്നത് ക്ലോത്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ എന്താണ് കെമിക്കൽസ് അല്ലെ. ഹൗസ് കീപ്പിംഗ് മനസ്സിലായോ? ഹൗസ് കീപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എന്താ ഹൗസ് കീപ്പിംഗ്? ഹൗസ് കീപ്പിംഗ് എന്താ? വൃത്തിയാക്കുന്നത് അല്ലെ, ക്ലീൻ ചെയ്യുന്നത്. ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തുണികൾ ഉപയോഗിക്കുന്നുണ്ട്. പല പല കെമിക്കൽസ്, ലിക്വിഡ്സ് ഒക്കെ ഉപയോഗിക്കുന്നില്ലേ, അതൊക്കെയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് കെമിക്കൽസ് ആയിട്ട്. പിന്നെ എന്താണ് ഡയറ്ററി? എന്താ ഡയറ്ററി? ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഡയറ്ററി? ഫുഡുമായിട്ട് ബന്ധപ്പെട്ടത്. ക്യാൻറ്റീനിൽ പല ഭക്ഷണ സാധനങ്ങള് അത് ഉണ്ടാക്കാനായിട്ട് റോ മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഐറ്റംസ് ആണ് ഡയറ്ററിയിൽ വരുന്നത്. പിന്നെന്താണ് ഇലക്ട്രിക്കൽ ആൻഡ് സ്പെയർ പാർട്സ്. എന്തൊക്കെ വരാം ഇലക്ട്രിക്കലുമായിട്ട് ബന്ധപ്പെട്ട്? ഇലക്ട്രിസിറ്റിയുമായിട്ട് ലൈറ്റുകള്, പിന്നെ സ്വിച്ച്, ബൾബ്, ഓക്കെ. ഇനി എന്താണ് ലാബ് കെമിക്കൽസ്. അതറിയാലോ, ലാബിൽ യൂസ് ചെയ്യുന്ന കെമിക്കൽസ് ഉണ്ടാവും. പിന്നെ ഫാർമസിയിൽ എന്താ മെഡിസിൻസ് അല്ലെ, ഡ്രഗ്സ്, നീഡിൽസ് ഉണ്ടാവും, ഓക്കെ, സിറിഞ്ച്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ്. ഇനി കെമിക്കൽസ് ഡെവലപ്പർ ആൻഡ് ഫിക്സർ ഇൻ റേഡിയോളജി. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റില് മിഷൻസ് പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പല കെമിക്കൽസും യൂസ് ചെയ്യുന്നുണ്ട്.
അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി എന്താണ് സിവിൽ എഞ്ചിനീയറിംഗ് ഐറ്റംസ്, പൈപ്പ് ആൻഡ് അതർ മെറ്റീരിയൽസ്. നമ്മളിപ്പോ ഒരു പുതിയ ബിൽഡിംഗ്, ഹോസ്പിറ്റലുകളിലാണെങ്കിൽ പുതിയ ബിൽഡിംഗ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അവിടെ ആവശ്യമായിട്ട് വരുന്ന മെറ്റീരിയൽസ് ഉണ്ടാവുമല്ലോ, പൈപ്പുകള് അതുപോലെയുള്ള പല മെറ്റീരിയൽസും ആവശ്യമായിട്ട് വരും. അതൊക്കെയാണ് സിവിൽ എഞ്ചിനീയറിംഗ് ഐറ്റംസ് ആയിട്ട് വരുന്നത്. ഇനി എന്താണ് കൺസ്യൂമർ ഗുഡ്സ്, ഡീസൽ ആൻഡ് പെട്രോൾ ടു സ്റ്റാർട്ട് എ ബോയിലർ ആൻഡ് ഓട്ടോക്ലേവ്സ്. നമ്മൾ പഠിച്ചില്ലേ CSD-ല് ഓട്ടോക്ലേവ്സ് എന്താ ഓർമ്മയുണ്ടാ? എക്സാം കഴിഞ്ഞാലാ CSD-ൽ എന്തിനാ ഓട്ടോക്ലേവ്സ് യൂസ് ചെയ്യുന്നത്? സ്റ്റെറിലൈസേഷൻ, സ്റ്റീം സ്റ്റെറിലൈസേഷൻ യൂസ് ചെയ്യുന്നുണ്ട്, ഓർമ്മയുണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഓട്ടോക്ലേവ്സ് മെഷീൻസ് ഒക്കെ പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പെട്രോള്, ഡീസൽസ് ഒക്കെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതാണ് കൺസ്യൂമബിൾ ഗുഡ്സ്, കൺസ്യൂമർ ഗുഡ്സ് ആയിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ ആണോ? ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ എന്തൊക്കെയാണുള്ളത്. മനസ്സിലായോ? ഇത്രയും ഭാഗങ്ങള് ഒക്കെയാണ്. അന്നന്ന് എടുക്കുന്ന ഭാഗങ്ങള് അന്നന്ന് തന്നെ പഠിച്ചിട്ട് പോണോട്ടോ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. ഒത്തിരി ഉണ്ട് ഈ ചാപ്റ്റർ, ഒത്തിരി പേജ് ഉണ്ട്, തീരാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. നമുക്കൊന്നുമില്ലല്ലോ, ഇത്രയും ഭാഗങ്ങള് വായിച്ച് മനസ്സിലാക്കി വരാം അടുത്ത ക്ലാസ്സിൽ വരുമ്പോ. ഓക്കെ ഓക്കെ, താങ്ക് യു.